അവിടെ പ്രോസിക്യൂഷന്റെ പണി എന്താണ്? There the prosecution has to prove beyond doubt that the same offense was occurred there. അവിടെ ബിയോണ്ട് ഡൗട്ടിൽ കോടതിയുടെ മുമ്പാകെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ത്, ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് there upon the prosecution. But in PC Act there is a section 20 എന്ന് പറയുന്നതാണ് presumption of certain offenses. Presumption അതായത് an allegation which is substantiated with the circumstance and the corroborating evidences, the court shall presume that the same was occurred. മനസ്സിലായി? അതായത് ഏതെങ്കിലും ഒരു സംഭവം നടന്ന് PC ആക്ട് പ്രകാരമുള്ള 7A 7B അല്ലെങ്കിൽ 13(1)A പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം സംഭവിച്ചു എന്ന് പറഞ്ഞ് ആ സംഭവിച്ച കാര്യത്തിനെ സംബന്ധിച്ച് we are establishing crime. Prosecution is establishing crime with the circumstantial evidences and the corroborating evidences. Then the court shall പറയും, കോർട്ട് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പിന്നെ അത് പ്രിസ്യൂം ചെയ്തിരിക്കണം. അൺലെസ് ആൻഡ് അതർവൈസ് ദ കോൺട്രറി ഈസ് നോട്ട് പ്രൂവ്ഡ്. എങ്ങനെ, ഏത് സാഹചര്യത്തിൽ അങ്ങനെയല്ല എന്ന് ആർക്ക് തെളിയിക്കണം? പിന്നെ അക്യൂസ് തെളിയിക്കണം. ദാറ്റ് ഈസ് ബർഡൻ ഓഫ് പ്രൂഫ്. അത് പ്രൂഫ്, ആ ബർഡൻ ഓഫ് പ്രൂഫ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആർക്കാണ്? അതുകൊണ്ടാണ് PC ആക്ടിലെ കൈക്കൂലി നമ്മൾ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഒരു സംശയവും വേണ്ട. ഹി വിൽ ബി കൺവിക്റ്റഡ്. രണ്ട് വിറ്റ്നസിന്റെ സാന്നിധ്യത്തിൽ, രണ്ട് ഒഫീഷ്യൽ വിറ്റ്നസ്, രണ്ട് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ ആണ് നടപടിക്രമങ്ങളെല്ലാം ഫിനോഫ്തലിൻ സ്മിയേർഡ് പൗഡർ ഇട്ട് കൊടുത്ത് അത് പിടിക്കുകയും ചെയ്യുന്നത് എന്താണ്? കൃത്യമായ ഇതോടുകൂടിയാണ്. അപ്പൊ ഇതാണ് രണ്ട് സെക്ഷൻസ്. പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള രണ്ട് സെക്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് 7A and 7B and 13(1)A. ഇതാണ് നമ്മുടെ സാധാരണഗതിയിൽ. മറ്റേ സെക്ഷൻസ് ഒക്കെ കുറെ ഉണ്ട്, അതൊന്നും നമ്മളെ ബാധിക്കുന്ന. ഏജന്റ്സ് ശ്രദ്ധിക്കുക. സെക്ഷൻ 8 will also attack. സെക്ഷൻ 8 ഏജന്റ് വഴി, ഒരു ഏജന്റ് വഴി എന്താണ്? പണം പിരിച്ച ഏജന്റ് വഴി. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരൂരിൽ ഞങ്ങൾ പിടിക്കുമ്പോൾ എന്താണ് പൈസ എന്ത് ചെയ്യാൻ പറഞ്ഞു? ഏജന്റിന് കൊടുക്കാൻ പറഞ്ഞു. ഏജന്റിനെയും കൂട്ടിപ്പിടിച്ചു. ഏജന്റ് രണ്ടുപേരും ജയിലിലേക്ക് പോയി. Fact is already established. ഞങ്ങൾക്ക് അപ്പോൾ എന്താണ്, ഒരു വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് വിജിലൻസ് കൃത്യമായ വിവര ശേഖരണത്തോടു കൂടിയാണ് ഒരു കേസിലേക്ക് പോകുന്നത്. അതർവൈസ് എന്താണ് കാര്യം? അതർവൈസ് ഒരിക്കലും ഒരു ഫാക്ട് ഇല്ലാത്തൊരു കേസിലേക്ക് നമ്മൾ പോയി വെഞ്ചിയൻസിന്റെ പുറത്ത് പോയാൽ, വെഞ്ചിയൻസിന്റെ പുറത്ത് ഞാൻ വന്നിട്ട് നിങ്ങളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ it itself will invite malicious prosecution against me. ആ ഒരു പേടി ഉള്ളത് കൊണ്ട് malicious prosecution നടത്താൻ അറിയോ? അതായത് കുറ്റം ചെയ്യാതെ ഒരാളെ വെറുതെ അയാൾക്കെതിരെ കുറ്റകൃത്യം ആരോപിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കോടതിക്ക് കൊടുക്കുന്ന ഇത് തെളിയിച്ചു കഴിഞ്ഞാൽ എന്നെ ജയിലിടാനുള്ള പ്രൊവിഷൻസ് ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കളക്ട് ചെയ്യുന്ന എവിഡൻസ് എന്താണ്? നമ്മൾ കളക്ട് ചെയ്യുന്ന സർക്കംസ്റ്റാൻസസ് കൃത്യമായി അത് പ്രൂവ് ചെയ്യുന്ന തരത്തിലേക്കാണ് കളക്ട് ചെയ്തിട്ടാണ് ഒരു കാര്യത്തിലേക്ക് നടപടിയെടുക്കുക. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, വിജിലൻസ് ഈസ് നോട്ട് അറ്റ് ആൾ യുവർ എനിമി. ആദ്യം അത് ഞാൻ നിങ്ങളോട് പറയാം, വിജിലൻസ് നിങ്ങളുടെ ശത്രുവല്ല. വിജിലൻസ് ആരുടെ ശത്രുവാണ്? ബ്രൈബ് വാങ്ങുന്ന, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ നടത്തുന്ന, മോസ്റ്റ് കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീഷ്യൽസിന്റെ മാത്രം ശത്രുവാണ്. ബാക്കിയുള്ളവരുടെ ഫ്രണ്ട്ലിയാണ്. ഞങ്ങളുടെ ഓഫീസിൽ വന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിലേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഔദ്യോഗിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് ചില വീഴ്ചകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. ആ വീഴ്ചകൾ എന്ത് ചെയ്യും? തീർച്ചയായും നമ്മൾ എന്താണ്, ആസ് എ ഹ്യൂമൻ ബീങ് ആസ് എ പബ്ലിക് സർവന്റ് വി വിൽ കണ്ടോൺ. ഡെഫിനറ്റ്ലി വി വിൽ കണ്ടോൺ. ഒരു സിൻസിയർ ഓഫീസറാണ്. ഇപ്പൊ എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ട്. ഏറ്റവും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം തെറ്റിയിട്ടുള്ളതാണ് ചില കേസുകളിലേക്ക്. ഇപ്പോ ഒരു ഇൻസ്പെക്ഷന് പോയപ്പോ, ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ഷൻ ആണ്, മോസ്റ്റ് കറപ്റ്റഡ് ഓഫീസാണ്. ആ കറപ്റ്റഡ് ഓഫീസിൽ പോയി ഞങ്ങളത് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അതില് ഒരു അവിടുത്തെ ഒരു ഓഫീസർ, ഒരു ജൂനിയർ സൂപ്രണ്ട്,
അദ്ദേഹം അവര് 1320 അട്രാക്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഒഫീഷ്യൽ മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടെത്തി, എന്റെ സഹപ്രവർത്തകർ കണ്ടെത്തിയപ്പോൾ ഞാൻ ഇതിൽ നടപടി ഉണ്ടാവും, കൃത്യമായിട്ട് നടപടി ഉണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഇന്റലിജൻസ് വിങ് ഉണ്ട്, കൃത്യമായിട്ട് വിവരശേഖരണത്തിന് വേണ്ടി വിവരശേഖരണവും ഓരോ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും അവരുടെ മൊറൈൽസ്, അവരുടെ നടപ്പ്, ആരോടൊക്കെ ബന്ധപ്പെടുന്നു, എങ്ങനെയൊക്കെയാണ് അവരുടെ പെരുമാറ്റം, എവിടെയൊക്കെ പോകുന്നു, അതുപോലെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഒക്കെ വ്യക്തമായ എവിഡൻസ് AI ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി കളക്ട് ചെയ്യുന്ന ഒരു ഇന്റലിജൻസ് വിങ് ഉണ്ട്. ആ ഇന്റലിജൻസിലെ ഉദ്യോഗസ്ഥൻ എന്നെ ഉടനെ വിളിച്ചു, സാറേ ദാറ്റ് ലേഡി ഈസ് എ സിൻസിയർ ഓഫീസർ, ഷീ ഈസ് നോട്ട് ആൾ കറപ്റ്റഡ്. അപ്പൊ അവിടുന്ന് ഞാനത് പറഞ്ഞു, കാരണം കുറച്ച് അതായിട്ട് ഹാർഷായിട്ട് പറഞ്ഞ് നടപടിയെടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ തിരിച്ചു അദ്ദേഹത്തെ വിളിച്ചു, ആ മാഡത്തിനെ വിളിച്ച് സോറി പറഞ്ഞു. എന്നിട്ട് ആ നടപടി എന്താണ്, ശരിക്കും എനിക്ക് നടപടി 1320 അട്രാക്ട് ചെയ്യുന്ന ഒരു കേസായിരുന്നു അത്. 1320 അട്രാക്ട് ചെയ്യുന്ന ഒരു കേസായിട്ട് പോലും അവരൊരു സിൻസിയർ ഓഫീസറാണ്, അവരുടെ ജോലി ഭാരത്തിന്റെ ഭാഗമായി സംഭവിച്ച ഒരു വീഴ്ചയായി അത് കണ്ട് അത് ഞങ്ങൾ എന്ത് ചെയ്തില്ല, ഞാൻ മനഃപൂർവ്വം അത് ഹോൾഡ് ചെയ്ത്, ഞാൻ മനഃപൂർവ്വം എന്താണ് ഹൈഡ് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞു വരുന്നത്, സിൻസിയർ ഓഫീസർ ആണെങ്കിൽ ആ ഓഫീസർക്ക് കൃത്യമായി എന്ത് ചെയ്യും, ഓഫീസറുടെ നടപടിക്രമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, പിന്നെ അവരെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. നേരെ മറിച്ച് കറപ്റ്റഡ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ, കറപ്റ്റ് ഓഫീസർ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ ഷീറ്റ് പ്രകാരം എന്താണ് A എന്ന് പറയുന്ന ഒരാൾ കറപ്റ്റ് ഓഫീസർ ആണെങ്കിൽ ആക്ഷൻ വിൽ ബി